പവർഫുൾ പഞ്ചസ്, അതിഗംഭീരമായ സ്റ്റണ്ടുകൾ, ആവേശഭരിതമായ പോരാട്ടങ്ങൾ. മാർഷൽ ആർട്ട് മൂവീസ് സിനിമയുടെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ചില നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത 5 മാർഷൽ ആർട്ട് മൂവീസിനെ പരിചയപ്പെടാം. 5ാം സ്ഥാനത്തുള്ളത് ഓങ് ബാക്ക് ദ മുയ് തായ് വാര്യറാണ്. ടോണി ജ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു തായ് ആക്ഷൻ ഫിലിമാണ് ഓങ് ബാക്ക്. ഒരു ഗ്രാമത്തിൻ്റെ ദേവവിഗ്രഹമായ ഓങ് ബാക്ക് മോഷ്ടിക്കപ്പെടുകയും ബാങ്കോക്കിലേക്ക് കടത്തപ്പെടുകയും ചെയ്യുന്നു. അത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു യുവാവിൻ്റെ യാത്രയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ബാങ്കോക്കിലെത്തുമ്പോൾ അദ്ദേഹം നേരിടുന്നത് കറപ്റ്റഡ് ക്രിമിനൽസിനെയും ഫൈറ്റ് ക്ലബ്ബുകളെയും മറ്റു ബ്രൂട്ടൽ സ്ട്രീറ്റ് ബാറ്റിൽസും ഒക്കെയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്തെന്നാൽ ടോണി ജ ഈ സിനിമയിലെ എല്ലാ സ്റ്റണ്ടുകളും സ്വയം ചെയ്തതാണ്. അതായത് നോ വയേഴ്സ്, നോ CGI ഫൈറ്റ് സീൻസ്. ട്രഡീഷണൽ മുയ് തായ് മുൻപൊരിക്കലും അവതരിപ്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 4ാം സ്ഥാനം സ്വന്തമാക്കുന്നത് ബ്രൂസ് ലീയുടെ ഇതിഹാസ ചിത്രം എൻ്റർ ദ ഡ്രാഗൺ ആണ്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണിത്. ബ്രൂസ് ലീയുടെ കരിഷ്മ, ദാർശനികത, അതിവേഗ ചലനങ്ങൾ എല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ ഈ ചിത്രം ലോകമെമ്പാടും പ്രശസ്തമായി. എൻ്റർ ദ ഡ്രാഗൺ വെറുമൊരു മാർഷൽ ആർട്ട് സിനിമയല്ല, മറിച്ച് സാംസ്കാരികപരമായ ഒരു വിപ്ലവമാണ്. ഈ സിനിമയിൽ ലീ ഒരു മാർഷൽ ആർട്ടിസ്റ്റും ഷാവോലിൻ ടെമ്പിളിലെ ഒരു ഇൻസ്ട്രക്ടറും കൂടെയാണ്. ഷാവോലിൻ ടെമ്പിളിലെ തന്നെ സ്റ്റുഡൻ്റായ ഹാനെ കുറിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ദ്വീപിൽ നടക്കുന്ന ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ കുറിച്ചും ക്രൈംസിനെ കുറിച്ചും അന്വേഷിക്കാനും പ്രതികളെ പിടിക്കാനും ക്രൈംസ് നിർത്തലാക്കാനും വേണ്ടി ബ്രിട്ടീഷ് ഏജന്റായ ബ്രേത്ത്വെയ്റ്റ് ലീയെ സമീപിക്കുകയാണ്. സമ്പൂർണമായി ആക്ഷനും ത്രില്ലും നിറഞ്ഞ ഈ സിനിമ ബ്രൂസ് ലീയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ഡോണ്ട് തിങ്ക്, ഫീൽ എന്ന ബ്രൂസ് ലീയുടെ ഫേമസ് ക്യോട്ട് ഈ ചിത്രത്തിലേതാണ്. 3rd പൊസിഷനിൽ നിൽക്കുന്നത് 2011 റിലീസായ ദ റെയ്ഡ് റിഡംഷൻ ആണ്. അതിവേഗത്തിലുള്ള നോൺ സ്റ്റോപ്പ് സിനിമകൾ നിങ്ങൾക്കിഷ്ടമാണോ? എങ്കിൽ ഈ ഇന്തോനേഷ്യൻ ഫിലിം കാണാതെ പോകരുത്. ഗാരത്ത് ഇവാൻസ് എഴുതി സംവിധാനം ചെയ്ത അരിയോ സാഗൻഡോറോ നിർമ്മിച്ച ഈ സിനിമയുടെ ഇതിവൃത്തം ഒരു ഗുണ്ടാക്കൂട്ടത്തെ നേരിടേണ്ടി വരുന്ന സ്വാറ്റ് ടീമിൻ്റെ കഥയാണ്. ഇക്കോ ഉവൈസ് പെൻകാക് സിലാറ്റിനെ ലോകത്താകമാനം പരിചയപ്പെടുത്തിയ സിനിമ കൂടെയാണിത്. 2ാം സ്ഥാനത്തുള്ളത് ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ ആണ്. അങ്ലി സംവിധാനം ചെയ്ത ഈ ചൈനീസ് എപ്പിക് സിനിമയിൽ പണ്ടത്തെ ചൈനയിലെ ബുദ്ധിമുട്ടുകളും ആന്തരിക സംഘർഷങ്ങളും കഥയാകുന്നു. മാസ്റ്റർ വാരിയറായ ലീ മുബായ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് തൻ്റെ ലെജൻഡറി സ്വാഡായ ഗ്രീൻ ഡെസ്റ്റിനി പ്രിയ സുഹൃത്തായ യുഷു ലീന് സമ്മാനിക്കുന്നു. നിർഭാഗ്യവശാൽ ആ വാൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ലീയും ഷൂവും ആ വാളിനായുള്ള യാത്ര തുടരുന്നു. തുടർന്ന് നടക്കുന്ന ഗൂഢസന്ധികളും ആഭ്യന്തര സംഘർഷങ്ങളും മാസ്മരികമാണ്. 4 അക്കാദമി അവാർഡ്സാണ് ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ നേടിയിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. മനോഹരമായ സിനിമാറ്റോഗ്രാഫിയും ഹൃദയസ്പർശിയായ കഥയും അഭൗമമായ ഫൈറ്റിങ്ങും ചേർന്ന് ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ആത്മാവിൻ്റെ വിശേഷണമായി മാറുന്നു. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇപ് മാൻ ആണ്. ബ്രൂസ് ലീയുടെ ഗുരുവായ ഇപ് മാൻ്റെ ജീവിതത്തെ ആധാരമാക്കിയ ഈ സിനിമയിൽ ഡോണി യെന്നിൻ്റെ പ്രകടനം അതിമനോഹരമാണ്. ചൈനീസ് മാർഷൽ ആർട്ടായ വിങ് ചുന്നിൻ്റെ മാസ്റ്ററായ വിൽസൺ യിപ്പ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ ചൈനയുടെ ജപ്പാൻ യുദ്ധകാലമാണ് പശ്ചാത്തലമായി വരുന്നത്. ജപ്പാനീസ് സൈന്യം ചൈനയെ ആക്രമിച്ചപ്പോൾ ഫോഷാൻ നഗരം അരാജകത്വത്തിലേക്ക് വീഴുന്നു. നിസ്സാരമായ പരിശീലനം മാത്രം ചെയ്തിരുന്ന ഇപ് മാൻ ഇപ്പോൾ കുടുംബത്തെ, സ്വന്തം അഭിമാനത്തെ, ചൈനീസ് മാർഷൽ ആർട്ടിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കേണ്ട സാഹചര്യമാകുന്നു. സൈന്യത്തിനെതിരെ അവൻ സ്വന്തമായി പോരാടുന്നു. കുറച്ചൊക്കെ പാടുപെട്ടെങ്കിലും മനസ്സിൻ്റെ ശക്തിയിലൂടെ ഇപ് മാൻ ഉജ്ജ്വലമാം പ്രതിരോധത്തിൻ്റെ ചിഹ്നമായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ ശാന്തമായ സ്വഭാവവും അതിശയിപ്പിക്കുന്ന ഫൈറ്റിംഗ് സ്റ്റൈലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. മാർഷൽ ആർട്ട് മൂവീസ് ലവറായ ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഇപ് മാൻ. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള 3 സിനിമകൾ കൂടെ പറയാം.
ഒന്നാമതായി ജാക്കി ചാൻ ക്ലാസിക് ആയിട്ടുള്ള ഡ്രങ്കൻ മാസ്റ്ററാണ്. രണ്ടാമത്തേത് മറ്റൊരു ബ്രൂസ്ലി മാജിക് ഫിസ്റ്റ് ഓഫ് ഫ്യൂരി. മൂന്നാമത്തേത് മാർഷൽ ആർട്ട് മൂവീസിൽ കുറച്ച് കോമഡി ഉൾപ്പെടുത്തിയാലുള്ള കുംഫു ഹസിൽ. ഇവയൊക്കെയാണ് ആ 5 സിനിമകൾ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? അതേതാണ്? കമൻറ്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യൂ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്